ഇവിടെ കേരളം അവർക്ക് ഒരവസരം നൽകണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പാർലമെൻറ്റിൽ ഇത്തവണ അവരുടേതായ ഒരു പ്രതിനിധി ഉണ്ടാവണമെന്നാണ്. മോഹം ആർക്കുമാകാലോ. അത് സാധാരണ BJP പ്രവർത്തകനുമാകാം, നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിക്കുമാകാം. പക്ഷേ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊള്ളണം, നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ രണ്ടാം സ്ഥാനത്ത് പോലും BJP ഉണ്ടാകില്ല എന്നത് മനസ്സിലാക്കുക. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. കാരണം കേരളം, ഈ നാട് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്നൊരു നാടാണ്. ഇവിടെ നരേന്ദ്രമോദി വന്നപ്പോൾ നാരായണ ഗുരുവിനെ പ്രകീർത്തിച്ച് പറയുന്നതായി കേട്ടു. നല്ലത്, അങ്ങനെ ഓർക്കാൻ കഴിയുന്നത്, ചില ഘട്ടങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നത് ജീവിതത്തിൽ നല്ലത് തന്നെയാണ്. പക്ഷേ ഈ നാട് നാരായണ ഗുരു അടക്കമുള്ള നവോത്ഥാന നായകർ ഉയർത്തിയ നവോത്ഥാന മൂല്യങ്ങൾ പൂർണ്ണമായി സ്വാംശീകരിച്ചുകൊണ്ട് നീങ്ങുന്നൊരു നാടാണ്. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ഈ നാടിനെ നോക്കി വലിയ ക്ഷോഭത്തോടെ സ്വാമി വിവേകാനന്ദൻ ഇതൊരു ഭ്രാന്താലയമാണ് എന്നാക്ഷേപിച്ചത്. ആ ഭ്രാന്താലയത്തെ മനുഷ്യാലയമാക്കി മാറ്റിയ ഈ നാട് ഇന്ന് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനും മാതൃകയായി നിൽക്കുന്ന ഈ നാട്. അതുകൊണ്ട് തന്നെ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രത്തെ ഇവിടെ ഒരു തരത്തിലും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അതാണ് BJPയെ സ്വീകരിക്കാതിരിക്കുന്നതിന് കാരണം. നിങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങൾ നടപ്പിലാക്കുന്ന ആ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം ഇവിടെ നവോത്ഥാന മൂല്യങ്ങൾ അംഗീകരിച്ച നാടിന് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇവിടെ അംഗീകരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നതാണ് ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ അറിയിക്കാനുള്ളത്. ഇവിടെ വന്ന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതായി കാണുകയുണ്ടായി. അതിൽ ഒരു പ്രത്യേകത, ഇവിടെ ആവാസ് പരിപാടിയുടെ ഭാഗമായി ഞങ്ങൾ വീടുകൾ നൽകും എന്ന് പറഞ്ഞതാണ്. അത് നല്ല തമാശയായിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വീടുകൾ നൽകുമെന്ന് പറയുമ്പോൾ ലൈഫ് മിഷൻ്റെ ഭാഗമായി ഇവിടെ നൽകുന്ന വീടുകൾക്ക് കേന്ദ്രം നൽകേണ്ട പണം കൃത്യമായി നൽകിയാൽ പോരെ? അതുവരെ നൽകുന്നില്ലാലും നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ തുക 1.5 ലക്ഷം രൂപ. ആ 1.5 ലക്ഷം രൂപ കൊണ്ട് ഇന്ന് ഏത് തരത്തിലുള്ള വീടാണ് പണിതീരുക? എല്ലാം 1.5 ലക്ഷം അല്ല കേട്ടോ, ചിലത് 3/4 ലക്ഷത്തിൻ്റെ അടുത്തുള്ളതുമുണ്ട്. 3/4 ലക്ഷം കൊണ്ടും 1.5 ലക്ഷം കൊണ്ടും പണിതീരുന്ന വീട് ഏതായിരിക്കും? അതൊരു വീടാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർമ്മിച്ച് കൊടുക്കാൻ കഴിയും. അതുകൊണ്ടല്ലേ 4 ലക്ഷം രൂപയുടെ വീടുകൾ നിർമ്മിച്ച് നൽകുന്ന നിലപാട് ഇവിടെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. നിങ്ങൾ മറന്നുപോയോ എന്നറിയില്ല. ആ പദ്ധതി തുടങ്ങുന്നതിന് മുൻപ് ഇതേ പ്രധാനമന്ത്രിയുടെ അടുത്ത് മുഖ്യമന്ത്രി എന്ന നിലക്ക് സംസ്ഥാനത്തിന് വേണ്ടി ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. ഇത്തരമൊരു പദ്ധതി ഞങ്ങൾ തുടങ്ങുകയാണ്. ഒരു പാവപ്പെട്ടവന് താമസിക്കാൻ പറ്റാവുന്ന വീട്. ഇപ്പോൾ പല പദ്ധതികളുണ്ട്. ആ പല പദ്ധതികളുടെ ഭാഗമായി വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് വേണ്ടത്രയാവുന്നില്ല. നല്ല രീതിയിൽ വീട് നിർമ്മിച്ച് നൽകണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതിയുണ്ട്. അതാണ് ഈ
3/4 ലക്ഷം 1.5 ലക്ഷമൊക്കെ പദ്ധതി. ഇതെല്ലാം ഒന്നാകെ വരിക. എല്ലാ പദ്ധതികളും ഒന്നായി ഒരു ലൈഫ് എന്ന പേരിലൊരു പദ്ധതി നമുക്ക് ആരംഭിക്കാം. അതിനെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കണ്ടത്. അതിനോട് യോജിച്ചു. അങ്ങനെ അവരുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ നടപ്പാക്കുന്ന കാര്യങ്ങളും ലൈഫിൻ്റെ ഭാഗമായി നടപ്പാക്കാൻ നടപടികളെടുത്തു. ഇപ്പോൾ എന്താ സ്ഥിതി? ആ 1.5 ലക്ഷവും 3/4 ലക്ഷവും ഒക്കെ കിട്ടേണ്ട കുറച്ച് വീടുകളേ ഉള്ളൂ. അത് നമ്മളിപ്പോൾ 4 ലക്ഷം വീടിൻ്റെ അടുത്തെത്തി നിൽക്കുകയാണ്. ആകെ കൊടുത്ത പൂർത്തിയാക്കിയ വീട് അതിൽ ചെറിയൊരു ഭാഗമാണ് ഈ പറയുന്ന ഇനത്തിലുള്ളത്. ആ വീടുകൾ നിർമ്മിച്ച് കൊടുത്ത വകയുള്ള പണം നമുക്ക് കിട്ടാനുണ്ട്. ആ പണം നൽകാൻ തയ്യാറല്ല. ഇപ്പോഴാണെങ്കിൽ പുതിയ വീടുകൾക്ക് ഞങ്ങൾ സഹായിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചു പോവുകയാണ്. എന്താണ് അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാൻ കാരണം? കേന്ദ്രം വെച്ച ഒരു നിർദ്ദേശം ഈ വീടുകൾക്ക് മുന്നിൽ ഒരു ലോഗോ പതിക്കണം. സംസ്ഥാന സർക്കാർ പറഞ്ഞു അത് സാധ്യമല്ല. കാരണം ഈ പറഞ്ഞ 2.5 ലക്ഷവും 3.25 ലക്ഷമൊക്കെ ചെലവിട്ട് സംസ്ഥാന ഗവൺമെൻറ് പൂർത്തിയാക്കുന്ന 4 ലക്ഷത്തിൻ്റെ ബാക്കി കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നതിൻ്റെ ബാക്കി കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത് കുറച്ച് വീടുകൾ മാത്രമാണ്. ബാക്കി ലക്ഷക്കണക്കിന് വീട് സംസ്ഥാന ഗവൺമെൻറ്റും തദ്ദേശഭരണ സ്ഥാപനങ്ങളും എല്ലാം കൂടി പൂർണ്ണമായിട്ട് 4 ലക്ഷം ചെലവിടുകയാണ്. ആ വീടുകളുടെ മുന്നിൽ ഒരു പരസ്യപ്പലക വെക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ കാണേണ്ടത് ഞങ്ങളിതിൽ ഒരു തരത്തിലുള്ള പരസ്യവും വെക്കാൻ തയ്യാറല്ല. ഒരു ലോഗോവും ഇതിൻ്റെ മുന്നിൽ ഞങ്ങൾ വെക്കുന്നില്ല. കാരണം ഇത് അവരുടെ വീടാണ്. ആ ചെന്ന് കയറുന്ന ആ വീട്ടിൻ്റെ ഉടമയുടെയും വീട്ടിലെ അംഗങ്ങളുടെയും സ്വന്തം വീടാണ്. അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിക്കും ഞങ്ങളില്ല. ഞങ്ങൾക്കത് സാധിക്കില്ല. അവർക്ക് സ്വന്തം വീടെന്ന നിലക്ക് അവിടെ താമസിക്കാവുന്നതാണ്. പൂർണ്ണമായും അവർക്ക് അവകാശപ്പെട്ടതാണ്. ഇത് തങ്ങളുടേതല്ല മറ്റാരുടേതോ ആണ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ബോർഡും അവിടെ സ്ഥാപിക്കില്ല എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. അതിനോടുള്ള പ്രതികരണമായിട്ടാണ് ഇത് തടയുന്ന നിലയെടുത്തത്. അപ്പോൾ പ്രധാനമന്ത്രി ചെയ്യേണ്ടത് ആ വിലക്ക് ആദ്യം മാറ്റുക. ഇവിടെ സംസ്ഥാനം സ്വീകരിക്കുന്ന നിലപാട് ശരിയാണ്. മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല എന്നതിനോട് ഞങ്ങൾക്കും യോജിപ്പാണ് എന്ന് പരസ്യമായി പറയാൻ തയ്യാറാവുക. എന്നിട്ട് ആ പരിപാടിയെ സഹായിക്കാൻ തയ്യാറാവുക. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. നിങ്ങൾ ഈ പരിപാടി അല്ലാതെ സ്വന്തമായി നിങ്ങളുടെ പരിപാടി നടപ്പാക്കാൻ പുറപ്പെടുക എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ താമസിക്കാൻ പറ്റുന്നൊരു വീടല്ല നിർമ്മിച്ച് നൽകുന്ന നിലയുണ്ടാവുക. അതാണ് ഇതിൻ്റെ ഭാഗമായി കാണേണ്ട വസ്തുത.